വെൽക്കം ടു ലേണിനോ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻസ് MCQയുടെ 9th സെറ്റാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, an FM radio receiver is tuned to a 90.6 MHz broadcast station. It will receive an image frequency of. അപ്പം നമ്മൾ ഈ ട്യൂൺഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എന്താണ് FM റേഡിയോ റിസീവറിൻ്റെ നമ്മൾ എത്ര മെഗാഹെർട്സ് വരെ ട്യൂൺ ചെയ്തിട്ടുണ്ട്? 90.6 MHz ട്യൂൺഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജ് ഫ്രീക്വൻസി എത്രയാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ട്യൂൺഡ് ഫ്രീക്വൻസി 90.6 MHz തന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇമേജ് ഫ്രീക്വൻസി 10.7 MHz ആണ് FM റിസീവേഴ്സിന്. ഇമേജ് ഫ്രീക്വൻസി അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് ഫ്രീക്വൻസി എങ്ങനെ കാണാൻ പറ്റും? ഈ ട്യൂൺഡ് ഫ്രീക്വൻസി പ്ലസ് 2 ഇൻറ്റു ഈ സ്റ്റാൻഡേർഡ് ഇമേജ് ഫ്രീക്വൻസി. അപ്പോൾ 2 ഇൻറ്റു 10.7 MHz. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 112 MHz എന്ന് വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് റേഡിയേറ്റഡ് പവർ ഓഫ് AM ട്രാൻസ്മിറ്റർ ഈസ് 10 kW. അപ്പോൾ റേഡിയേറ്റഡ് പവർ തന്നിട്ടുണ്ട്. ടോട്ടൽ പവർ എന്തെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 10 kW എന്ന് തന്നിട്ടുണ്ട്. പവർ ഇൻ ദ കാരിയർ ഓഫ് ഫോർ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് 0.6. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സും തന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പവർ ഇൻ ദ കാരിയർ PC ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? PT ഈസ് ഈക്വൽ ടു PC ഇൻറ്റു 1 + m²/2. P ടോട്ടൽ, PC എന്ന് പറയുന്നത് P കാരിയർ, M എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് PC ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 8.4746 kW എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ A ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ IF ഈസ് 455 kHz. ഇഫ് ഇറ്റ് ഈസ് ട്യൂൺഡ് ടു 1200 kHz, ഇമേജ് ഫ്രീക്വൻസി വിൽ ബി. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി 455 kHz എന്ന് തന്നിട്ടുണ്ട്. ട്യൂൺ ചെയ്ത ഫ്രീക്വൻസി 1200 kHz എന്ന് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇമേജ് ഫ്രീക്വൻസി എന്തായിരിക്കും? ഇപ്പോൾ FI ഈക്വൽ ടു 455 kHz എന്ന് തന്നിട്ടുണ്ട്. FS ഈക്വൽ ടു 1200 kHz എന്ന് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല FS + 2FI ആണ്. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ആൻസർ 2110 kHz എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ A. നാലാമത്തെ ക്വസ്റ്റ്യൻ, എ 10 kW carrier is sinusoidally modulated by 2 carriers corresponding to a modulation index of 30% and 40% respectively. അപ്പോൾ നമുക്ക് പവർ ഓഫ് ദ കാരിയർ 10 kW PC നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്, 30%ഉം 40%ഉം. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടോട്ടൽ റേഡിയേറ്റഡ് പവർ ആണ്. അപ്പോൾ ടോട്ടൽ റേഡിയേറ്റഡ് പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? PT ഈസ് ഈക്വൽ ടു AC²/2 + AC²/4 ഇൻറ്റു μ². μ² എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് μ1² + μ2². ഇതിൽ AC²/2 എന്താണ്? PC ആണ്, 10 kW ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ PTയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 11.25 kW എന്ന് കിട്ടും. സോ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ D ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിസ്റ്റം ഇഫ് ടോട്ടൽ പവർ ഈസ് 600 watt ആൻഡ് പവർ ഇൻ കാരിയർ ഈസ് 400 watt. അപ്പോൾ ടോട്ടൽ പവർ നമുക്ക് 600 watt എന്ന് തന്നിട്ടുണ്ട്. PT കാരിയർ PC എന്ന് പറയുന്നത് 400 watt എന്ന് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം എന്താണ് ടോട്ടൽ പവർ PT എന്ന് പറയുന്നത് PC + PS എന്ന് നമുക്കറിയാം. സോ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? AC²/2 ഇൻറ്റു 1 + μ²/2 ആണ്. അതിൽ ഈ AC²/2 എന്ന് പറയുന്നത് എന്താണ്? 400 watt ആണ്. ഇനി നമുക്ക് P ടോട്ടൽ PT എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്ക് 600 watt എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഈ AC²/2ൻ്റെ അവിടെ 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, PTക്ക് 600 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 600/400 = 1 + μ²/2. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മ്യൂ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ C. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് റേഡിയേറ്റഡ് പവർ ഓഫ് AM ട്രാൻസ്മിറ്റർ ഈസ് 10 kW. അപ്പോൾ നമ്മുടെ റേഡിയേറ്റഡ് പവർ എന്ന് പറയുന്നത് 10 kW എന്ന് തന്നിട്ടുണ്ട്. പവർ ഇൻ ദ കാരിയർ ആണ് നമുക്ക് കാണാൻ ചോദിച്ചിരിക്കുന്നത്. പവർ ഇൻ ദ കാരിയർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? 0.6 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം PC ഇൻറ്റു 1 + μ²/2 പവർ ഓഫ് ദ കാരിയർ ഇൻറ്റു 1 + μ²/2 ഈസ് ഈക്വൽ ടു എന്താണ്? 10 kW. അപ്പോൾ PC നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 10 kW / 1 + μ²/2. സോ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പവർ ഓഫ് ദ കാരിയർ PC എന്ന് പറയുന്നത് 8.47 kW എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ D ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു MCQ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.